ബീഹാറിൻ്റെ തലസ്ഥാനമായ പറ്റ്ന നഗരത്തിൻ്റെ ഹൃദയഭൂമിയാണ് ബങ്കിപ്പൂർ. ഹൃദയഭാഗമാണ് ബങ്കിപ്പൂർ എന്ന് പറയാം. ബങ്കിപ്പൂരിൽ ഒരു മൈതാനമുണ്ട്. നേരത്തെ ബങ്കിപ്പൂർ മൈതാനമെന്നും പിന്നീട് ഗാന്ധി മൈതാനമെന്നും അറിയപ്പെടുന്ന സ്ഥലം. മൈതാനത്തിൻ്റെ അങ്ങേയറ്റത്ത് ഒരു പ്രതിമയുണ്ട്, മഹാത്മാഗാന്ധിയുടെ പ്രതിമ. സാധാരണ മഹാത്മാഗാന്ധിയുടെ പ്രതിമ പോലെയല്ല, കുട്ടികളുടെ കൈപിടിച്ച് നിൽക്കുന്ന മഹാത്മാഗാന്ധി. അതാണ് പ്രതിമയുടെ പ്രത്യേകത. ആ മൈതാനത്തിനും ആ പ്രതിമയ്ക്കും ഒരു ചരിത്രം പറയാനുണ്ട്. വിഭജന കാലത്ത് വലിയ കലാപം നടന്ന സ്ഥലമാണ് ബങ്കിപ്പൂർ. 10,000-ങ്ങളെയാണ് ഹിന്ദുത്വ ശക്തികൾ അരിഞ്ഞു വീഴ്ത്തിയത് ബങ്കിപ്പൂരിൽ. അതിനെതിരെ മഹാത്മാഗാന്ധി നടത്തിയ സമരമുണ്ട്. ആ സമരത്തിന് തുടക്കം കുറിച്ച മൈതാനമാണ് ബങ്കിപ്പൂർ മൈതാനം. സായാഹ്ന യോഗങ്ങൾ സംഘടിപ്പിച്ച് ജനങ്ങളോട് സംസാരിച്ച് ഹിന്ദുത്വ ശക്തികളെ പരാജയപ്പെടുത്തിയ മണ്ണ്, കലാപം അവസാനിപ്പിച്ച മണ്ണ്. അവിടെ നിന്നാണ് ഇപ്പോൾ പ്രശാന്ത് കിഷോർ തുടങ്ങിയിരിക്കുന്നത്. പ്രശാന്ത് കിഷോർ ബങ്കിപ്പൂരിൽ BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് വൻ വിജയം നേടിയിരിക്കുന്നു. ചെറിയ വിജയമല്ല, 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു വന്നത്. ആദ്യമായി മത്സരിച്ച പ്രശാന്ത് കിഷോർ. ജനസ്വരാജ് പാർട്ടി, പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി നേരത്തെയും അവിടെ മത്സരിക്കുന്നുണ്ട്. 243 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 238 മണ്ഡലങ്ങളിലും മത്സരിച്ചു. 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനസ്വരാജ് പാർട്ടി 3% വോട്ട് മാത്രമാണ് ലഭിച്ചത്. അന്ന് പ്രശാന്ത് കിഷോർ മത്സരിച്ചിട്ടുമില്ല. എന്നാൽ ഇത്തവണ അദ്ദേഹം തന്ത്രം മാറ്റി. ബങ്കിപ്പൂരിൽ ബൈ ഇലക്ഷൻ നടക്കുന്ന ഘട്ടത്തിൽ അവിടെ അദ്ദേഹം തന്നെ മത്സരിച്ചു. ഈ മണ്ഡലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 5 തവണയായി ഇപ്പോഴത്തെ BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ നിതിൻ നബീൻ വിജയിച്ചു വരുന്ന മണ്ഡലം. കഴിഞ്ഞ തവണ അദ്ദേഹം വിജയിച്ചത് 51,936 വോട്ടിനാണ്. അവിടെയാണ് പ്രശാന്ത് കിഷോർ ജയിച്ചു വരുന്നത്. എന്തുകൊണ്ട്? വലിയ ചോദ്യം BJPക്ക് മുന്നിൽ ഉയരുന്നുണ്ട്. BJPക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. രണ്ടാമത്തെ തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത്തെ തിരിച്ചടി ദില്ലിയിലെ വിദ്യാർത്ഥി യുവജന സമരമായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവിന് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. ഇപ്പോഴിതാ ബീഹാറിൽ നിന്ന് BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ 5 തവണ പ്രതിനിധീകരിച്ച മണ്ഡലത്തിൽ BJP തോറ്റിരിക്കുന്നു. ചെറിയ വോട്ടിനല്ല, 19,000-ഓളം വോട്ടിനാണ് തോൽക്കുന്നത് എന്നോർക്കണം. എന്ന് വെച്ചാൽ ബീഹാറിൽ നിന്ന്, ഉത്തരേന്ത്യയിൽ നിന്ന് BJPയുടെ പടിയിറക്കം, കൗണ്ട് ഡൗൺ ആരംഭിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് വലിയ തിരിച്ചടിയാണ് BJPക്ക് ഏറ്റത്. എന്തുകൊണ്ട്? എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം? ഏറ്റവും പ്രധാന വിഷയം വിദ്യാഭ്യാസവും തൊഴിലുമായിരുന്നു. ദില്ലിയിൽ ജൻസി നടത്തിയ സമരത്തിൻ്റെയും മുദ്രാവാക്യം വിദ്യാഭ്യാസവും തൊഴിലുമായിരുന്നു. അതേ മുദ്രാവാക്യം ഏറ്റെടുത്തു ബങ്കിപ്പൂരിലെ ജനത. ബങ്കിപ്പൂർ മണ്ഡലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ആകെ വോട്ടർമാരിൽ 33% ജൻസി വോട്ടർമാരാണ്, യുവ വോട്ടർമാരാണ്. യുവ വോട്ടർമാർ വലിയ തോതിൽ BJPയിൽ നിന്ന് അകലുന്നു. അതിൽ ജാതിയില്ല, മതമില്ല. നമുക്ക് വിദ്യാഭ്യാസം വേണം, തൊഴിൽ വേണം. ഇതാണ് ജൻസിയുടെ ആവശ്യം. ജാതിയും മതവും പറഞ്ഞ്, മുസ്ലിം രാഷ്ട്രീയം പറഞ്ഞ് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും ഇങ്ങനെ എന്ന ചോദ്യം BJP നേതാക്കളുടെ മുന്നിലേക്ക് ഉയർന്നു വരുന്നു എന്നർത്ഥം. ജൻസി BJPയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ സൂചനയാണ് ബങ്കിപ്പൂർ. കാരണം ഏറ്റവും കൂടുതൽ ജൻസി വോട്ടർമാരുള്ള മണ്ഡലമാണ് എന്നതുകൊണ്ട്. രണ്ടാമത്, BJPക്ക് അടിയുറച്ച വോട്ടർമാരുള്ള മണ്ഡലം, ഉരുക്ക് കോട്ട എന്നൊക്കെ പറയുന്ന മണ്ഡലം. അവിടെ എങ്ങനെ ജയിച്ചു? BJPയുടെ വോട്ട് ബാങ്ക് ഉന്നത ജാതിയിൽപ്പെട്ടവരാണ്. അതിൽ കായസ്ഥ വിഭാഗം ഇത്തവണയും BJPയോടൊപ്പം നിന്നു. മറ്റ് ഉന്നത ജാതിയിൽപ്പെട്ടവർ മാറ്റി വോട്ട് ചെയ്തു. അതോടൊപ്പം OBC വോട്ടർമാർ പൂർണ്ണമായും BJPയിൽ നിന്ന് അകന്നുപോയി. RJDക്കും തിരിച്ചടി ഉണ്ടായി. RJDയാണ് 3-ാം സ്ഥാനത്ത് വന്നത്. 3-ാം സ്ഥാനത്തുള്ള RJDയുടെ വോട്ട് ബാങ്ക് എന്നത് മുസ്ലിം യാദവ വോട്ടുകളാണ്. അതിൽ മുസ്ലിം വോട്ടുകൾ പ്രശാന്ത് കിഷോറിനോടൊപ്പം ചേർന്നു. കാരണം ജയിക്കാൻ സാധ്യതയുള്ള, BJPയെ പരാജയപ്പെടുത്താൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോറായിരുന്നു. മത്സരം ജനസ്വരാജ് പാർട്ടിയും BJPയും തമ്മിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും മുസ്ലിം വോട്ടുകൾ പ്രശാന്ത് കിഷോറിലേക്ക് വന്നു. അത് വലിയ നേട്ടമായി പ്രശാന്ത് കിഷോറിന്. വോട്ട് ഭിന്നിപ്പിച്ച്
RJDയെ തളർത്താനാണ് ശ്രമിക്കുന്നത്. പ്രശാന്ത് കിഷോർ എന്ന വാദവുമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രംഗത്ത് വന്നിട്ടുണ്ട്. അതിന് മറുപടി പറഞ്ഞത് RJDയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം പറഞ്ഞു, അതല്ലെങ്കിൽ അദ്ദേഹം പ്രശാന്ത് കിഷോറിൻ്റെ വിജയത്തെ സ്വാഗതം ചെയ്തു. മാറ്റം ആഗ്രഹിച്ചിരുന്നു ജനങ്ങൾ, ആ മാറ്റമാണ് കണ്ടത്. BJPക്ക് എതിരെ വലിയ വികാരം അലയടിക്കുന്നുണ്ട് ബീഹാറിൽ. അതിൻ്റെ പ്രതിഫലനമാണ് വിജയം എന്നുകൂടി പറഞ്ഞു വെച്ചു RJDയുടെ സംസ്ഥാന അധ്യക്ഷൻ. എന്ന് വെച്ചാൽ RJDയും ജൻസ്വരാജ് പാർട്ടിയും കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി അണിനിരന്നാൽ ഒരു സംശയവും വേണ്ട, BJPയെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ കഴിയും. അത്തരമൊരു വികാരം, അത്തരമൊരു തരംഗം ഉത്തരേന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ബീഹാറിലെ ബങ്കിപ്പൂരിൽ നടന്ന ബൈ ഇലക്ഷൻ. അതോടൊപ്പം ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി പ്രചാരണം നടത്തിയാൽ എല്ലാ ജാതി മത വികാരങ്ങൾക്ക് അപ്പുറത്ത് ജനകീയ പ്രശ്നങ്ങൾ ഒന്നാം സ്ഥാനത്തെത്തും എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ബങ്കിപ്പൂരിൽ കണ്ടത്. എന്തായാലും വൻ തിരിച്ചടി. ജൻസി പ്രക്ഷോഭത്തിന് ശേഷം ഉത്തരേന്ത്യയിൽ BJP നേരിടുന്ന പ്രധാനപ്പെട്ട തിരിച്ചടികളിൽ ഒന്നായി ബങ്കിപ്പൂർ മാറുന്നു. അതോടൊപ്പം തന്നെ പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ നേതാവ് ഉയർന്നു വരുന്നു. പ്രശാന്ത് കിഷോറിനെ കുറിച്ച് നമുക്കറിയാം, BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ച വ്യക്തിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് അനുകൂലമായ നിലപാടുകളൊക്കെ എടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാവി നിലപാട് എന്താകുമെന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും BJPക്ക് ഒരു തിരിച്ചടി നൽകാൻ പ്രശാന്ത് കിഷോറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ചെറിയ കാര്യമല്ല. ബീഹാറിലെങ്കിലും പ്രശാന്ത് കിഷോറിൻ്റെ ജൻസ്വരാജ് പാർട്ടി ഇനി ഒരു വമ്പൻ മാറ്റത്തിൻ്റെ തീനാളമായി മാറും എന്ന കാര്യം സംശയമില്ല. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.